അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ കേട്ടോ. അപ്പം മോണ്ട്ര ഇമാർ രണ്ടും കൽപ്പിച്ചാട്ടോ. ഇമാർ ഒരു രക്ഷയില്ലാത്ത അപ്ഡേറ്റ് ഒക്കെയാണ് അവരുടെ 2024 മോഡൽ ബൈക്കിൽ അവർ കൊണ്ടുവന്നത് കേട്ടോ. കഴിഞ്ഞ ഒരു വീഡിയോ കണ്ടവർക്കറിയാം, മോണ്ട്രയുടെ ഡൗൺ ടൗൺ നമ്മളൊരു ഹൈബ്രിഡ് സൈക്കിളായിരുന്നു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കംപ്ലീറ്റ്ലി ഒരു ന്യൂ ബൈക്ക് പോലെ തന്നെയാണ് കേട്ടോ. ഒത്തിരി നല്ല നല്ല അപ്ഡേറ്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ബൈക്കിൽ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് മോണ്ട്രയുടെ ഒരു MTB ആണ്, മോണ്ട്ര മാഡ്രോക്ക്. അപ്പോൾ ഇതും ശരിക്കും പറഞ്ഞാൽ മോണ്ട്രയുടെ MTB ലൈനപ്പ് എന്ന് പറയുന്നത് മോണ്ട്ര മാഡ്രോക്ക്, മോണ്ട്ര ബാക്ക് ബീറ്റ്, രണ്ട് മോഡൽസ് ഉണ്ട്. അതിൽ ഈ രണ്ട് നമ്മളിതുവരെ മോണ്ട്രയുടെ ഒരു MTBയും ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ ഈ മോണ്ട്ര മാഡ്രോക്ക് എന്നൊക്കെ പറയുന്നത് ബാക്ക് ബീറ്റ് കുഴപ്പമില്ല, മാഡ്രോക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൈസിന് വർത്തായിട്ടുള്ളൊരു MTB എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത്ര നല്ല സ്പെക്കൊന്നുമില്ല. പക്ഷേ ഈ ഒരു പുതിയ ഈ 2024 മോഡലിൽ ഒരു രക്ഷയില്ലാത്ത അപ്ഡേറ്റ് ആട്ടോ. കാരണം വെച്ചാൽ ഈ ഒരു ബൈക്ക് കണ്ട് ഞെട്ടിപ്പോയി. കാരണം അമ്മാതിരിയുള്ള അപ്ഡേറ്റ് ആണ്. കംപ്ലീറ്റ്ലി ഫ്രെയിം വരെ ഒരു മാറ്റി പുതിയൊരു ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ ഒരുപാട് നല്ല നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങളൊരു MTBക്ക് എടുക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഓടിപ്പോയി ഒരു ഓൺലൈനിൽ നിന്നൊക്കെ കണ്ണിൽ കാണുന്ന ബ്രാൻഡ്, നിങ്ങൾക്ക് അറിയാത്ത ബ്രാൻഡൊന്നും പോയി എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ മോണ്ട്ര എന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്ക് കേട്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു ബ്രാൻഡ്. മോണ്ട്ര എന്താണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ റിവ്യൂയിലേക്ക് തന്നെ. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ 2024 മോഡൽ മോണ്ട്ര മാഡ്രോക്ക്. അപ്പം ഈ ഒരു ബൈക്കിൻ്റെ കളർ എന്ന് പറയുന്നത് പച്ച കളറാണ് കേട്ടോ. അപ്പം ഇത് ബാക്ക്ഗ്രൗണ്ട് പച്ചയാണ്, ഇത് താഴെയൊക്കെ പച്ച കളറാണ്. അതുകൊണ്ട് ബൈക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഈ എറണാകുളത്താണ് നമ്മൾ ഈ ഒരു റിവ്യൂ ചെയ്യുന്നത്. എറണാകുളത്ത് ഇങ്ങനത്തെ ഒരു സ്പോട്ടൊക്കെ ഞാൻ കുറേ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചാൽ കേട്ടോ. അതുപോലെ അതിൻ്റെ സ്റ്റാൻഡ് അത്ര പ്രോപ്പറല്ല. എങ്ങാനും സ്റ്റാൻഡിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു തോട് എഴുതുന്നുണ്ട്, അവിടെ പോയി കിടക്കും കേട്ടോ. അതുകൊണ്ട് ഞാനൊരു വിധത്തിലൊക്കെയാണ് ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ബൈക്കിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അപ്പം ഏറ്റവും പുതിയ മോഡലാണ് കേട്ടോ. കഴിഞ്ഞ മോഡൽ വെച്ച് ഞാൻ കമ്പയർ ചെയ്യൊന്നും പറയുന്നില്ല, കാരണം അത് ഒരുപാട് വ്യത്യാസമുണ്ട്. പുതിയൊരു ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ആ ഒരു ഗ്രാഫിക്സിലാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ലുക്കിലെല്ലാം ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. ഈ ഒരു മോഡലിലേക്ക് വന്നിട്ട് നമുക്ക് ഈ ഒരു പച്ച കളർ കൂടാതെ വേറെ ഒരു കളറോടെ വരുന്നുണ്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ബൈക്ക് ഒന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുകയാണല്ലോ. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ലുക്കിനെ പറ്റി സംസാരിക്കാം. അതാണല്ലോ ലുക്കൊക്കെ ആണല്ലോ. MTB ഒക്കെ നോക്കുമ്പോൾ എല്ലാവരും കൂടുതലായിട്ട് അതിൻ്റെ ലുക്കും ഗ്രാഫിക്സ് കാര്യങ്ങളിലൊക്കെ നോക്കണം. അപ്പോൾ അടിപൊളിയായിട്ട് നല്ല കുറച്ചുകൂടെ ഒരു പ്രീമിയം ടച്ച് തോന്നുന്ന വിധത്തിലാണ് ഈ ഒരു ബൈക്ക് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പം ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രെയിം സൈസ് നമുക്ക് മീഡിയം ലാർജും ആട്ടോ അവൈലബിൾ ആയിരിക്കുന്നത്. അലോയ് ഫ്രെയിമാണ്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ മോണ്ട്ര ചെയ്തപ്പം ആ ഒരു ബൈക്ക് ചെയ്തപ്പം കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു കാര്യമായിരുന്നു മോണ്ട്രയുടെ ഒരു കേബിൾ റൂട്ടിങ്. അതായത് മോണ്ട്രയുടെ മിക്ക ബൈക്കും കഴിഞ്ഞ പ്രീവിയസ്ലി ഇറങ്ങിയ മോഡലിനൊന്നും ഈവൻ ലാസ്റ്റ് ചെയ്ത 2024 മോഡൽ ഡൗൺ ടൗണിൽ പോലും ഇൻറ്റേർണൽ കേബിൾ റൂട്ടിങ് ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ അന്ന് ഞാൻ മോണ്ട്രനെ ആ ഒരു വീഡിയോയിൽ കുറേ ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് തിരിച്ചെടുക്കുകയാണ്. എന്തായാലും ഈ ഒരു മോഡലിൽ ഇൻറ്റേർണൽ കേബിൾ റൂട്ടിങ് അത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇൻറ്റേർണലി നല്ല അടിപൊളിയായിട്ട് എല്ലാ കേബിളും തന്നെ ഇൻറ്റേർണലിയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പെയിൻറ്റ് ക്വാളിറ്റിനെ കുറിച്ച് ഞാൻ ആ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് ചെറിയ രീതിയിലുള്ള നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്ര ഒരു പ്രീമിയം ആയിട്ടൊന്നും അതിൻ്റെ ഒരു പെയിൻറ്റ് ജോബ് എനിക്ക് തോന്നില്ല. പക്ഷേ ഇതിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു മെറ്റാലിക് കളറാണ് കേട്ടോ, ഗ്രീൻ കളർ, ഒരു ഡ്യുവൽ ടോണൊക്കെ പോലെ തോന്നുന്നുണ്ട്. ആ ഒരു ഡൗൺ ടൗണിലേക്കാൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടുള്ളൊരു പെയിൻറ്റ് ജോബാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കൊള്ളാട്ടോ, കുറച്ചുകൂടെ ഒരു പ്രീമിയം ലുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രീവിയസ്ലി ആ ഒരു മോഡൽ വെച്ച് നോക്കുന്നതിന് ഭയങ്കര വ്യത്യാസമായിട്ട് ആ ഒരു ഫ്രെയിം മാറി അതിൻ്റെ കമ്പോണൻസ് ഒക്കെ മാറിയപ്പോൾ തന്നെ ഒരുപാട് വ്യത്യാസം. പ്രത്യേകിച്ച് ആ ഒരു ടയറിൽ ആ ഒരു ഡ്യുവൽ ടോണൊക്കെ ഉണ്ട്. അത് തന്നെ ഒരു കംപ്ലീറ്റ്ലി ഒരു ന്യൂ ബൈക്ക് പോലെ തന്നെ. ന്യൂ ബൈക്കാണ് അതിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ അത്രയും ഒരുപാട് നല്ല നല്ല ചേഞ്ചസ് ഒക്കെയാണ് ഈ ഒരു ബൈക്കിൽ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അതൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ഗ്രാഫിക്സ് തന്നെയാണ് കൊണ്ടുവന്നേക്കണം കേട്ടോ. ഇത് കണ്ടോ, അതായത് ഇവിടെയൊക്കെ നമുക്കൊരു പുതിയ ഡിസൈനൊക്കെ കാണാം. ഒരു സീബറയുടെ മേത്തെ ഒരു വരവരയൊക്കെ പോലെയുള്ള സംഭവം കാണാം. മോണ്ട്രയുടെ ബാഡ്ജിങ് ഇവിടെ കാണാം. ഫ്രെയിം നല്ല നീറ്റായിട്ടാണ്, കാരണം ആ ഒരു കേബിളിംഗ് ഒക്കെ വന്നപ്പോൾ തന്നെ നല്ല നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഇവിടെ നമുക്ക് XMR-ൻ്റെ ഒരു ഫ്രെയിം ബാഗ് കൊടുത്തിട്ടുണ്ട്. ഈ ബൈക്കിൻ്റെ കൂടെ തന്നെ സ്റ്റോക്കായിട്ട് വരുന്നത് കേട്ടോ. അത് ഞാൻ അങ്ങനെ വേറെ ബൈക്കിലൊന്നും കൂടെ കണ്ടിട്ടില്ല. അപ്പോൾ സ്റ്റോക്കായിട്ട് തന്നെ വരുന്നുണ്ട്. നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ ഇതിൽ ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. സ്റ്റോക്കായിട്ടൊരു ബോട്ടിൽ ഗേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മാഡ്രോക്ക് നല്ല ബ്രാൻഡിങ് ഇത് ഇവിടെ ആട്ടോ കൊടുത്തിരിക്കുന്നത് ടോപ്പ് ട്യൂബിൽ. നമുക്ക് ഈ ഒരു ബാൻഡ് ഉള്ളതുകൊണ്ട് കറക്റ്റ് കാണത്തില്ല. മോണ്ട്രയുടെ ലോഗോ കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അത്രയും ഗ്രാഫിക്സ് ഒക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് സൈസൊക്കെ ഇവിടെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് ലാർജ് സൈസാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ലാർജിൻ്റെ മീഡിയം ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ സൈസിലും 27.5ഉം 29ഉം വരുന്നുണ്ട്. നമ്മളിപ്പം ഈ ഒരു റിവ്യൂ ചെയ്യുന്നത് 27.5 ഇഞ്ച് ആട്ടോ അതിൻ്റെ ഒരു വീൽ സൈസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഫ്രെയിം ഞാൻ പറഞ്ഞു 60-61 അലോയ് ആണ് വരുന്നത്. നമുക്ക് ക്യാരി ചെയ്യാനുള്ള വെക്കാനുള്ള മൗണ്ട് കാര്യങ്ങളൊക്കെ ഈ ഒരു ഫ്രെയിമിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ടോട്ടൽ വെയിറ്റ് എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയാൻ സാധിച്ചില്ല, കാരണം ഇത് ഇവരുടെ സൈറ്റിലൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ choosmybicycle.com നോക്കി, അതിൻ്റെ വെയിറ്റ് ഒന്നും എവിടെ മെൻഷൻ ചെയ്തിട്ട് കണ്ടില്ല കേട്ടോ. എന്തായാലും ഒരു 15 kg എബവ് വരുമായിരിക്കും. പിന്നെ വേറെ വലിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ ഫോർക്കിലാണ്. അപ്പം കഴിഞ്ഞ പ്രീവിയസ് ജനറേഷൻ മോണ്ട്ര മാഡ്രോക്കിൽ സാധാ ഒരു സസ്പെൻഷൻ, അതായത് ലോക്കൗട്ട് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് ഒരു പ്രീലോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ നമുക്ക് പ്രീലോഡ് അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ട്. അതിലൊക്കെ ഉപരി
ലോക്കൗട്ട് ഓപ്ഷൻ, ലോക്കൗട്ട്, മെക്കാനിക്കൽ ലോക്കൗട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 80 mm ട്രാവൽ വരുന്ന സസ്പെൻഷനാണ്. അത് സൂമിൻ്റെ മസേറ എന്ന് പറഞ്ഞ സസ്പെൻഷനാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് ലോക്കൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്, ലോക്കൗട്ട് ഉണ്ട്, പ്രീലോഡ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച്, സസ്പെൻഷനൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് ഈ ഒരു ബൈക്ക് എടുത്തിട്ട് വലിയൊരു ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു ബൈക്കല്ല. ഒരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്, നിങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ടുള്ളൊരു ബൈക്കാണ്. ഒത്തിരി ഒന്നും തുമ്പിനെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന പോലെ ഒരുപാട് പണികളൊന്നും ഇതിൽ ചെയ്യാൻ നിൽക്കുക കേട്ടോ. കാരണം അതിനുള്ള ഒരു ഫ്രെയിം ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും സസ്പെൻഷൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും നമ്മളൊരു പ്രീമിയം ഒരു ബൈക്കിനൊക്കെ ഇത് ചെയ്യുന്നത് അത്രയും പണികളൊന്നും ഇതിൽ ചെയ്യാൻ നിന്നേക്കുക കേട്ടോ. അപ്പോൾ അതുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഒരു ബിഗിനർ നിങ്ങൾക്കൊന്ന് എല്ലാം MTB ഒന്ന് നല്ല രീതിയിലൊന്ന് ചെറിയ രീതിയിലൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് അപ്പർ ഗ്രേഡിലേക്ക് പോകാനായിട്ട് ഒരു നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൈസ്, ഇതിനൊരു 24 സംതിങ് ആണ് ഇതിൻ്റെ ഒരു പ്രൈസ് കിടക്കുന്നത് കേട്ടോ. ചെറിയ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ഡീലറിൻ്റെ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. നിങ്ങൾ അതിൻ്റെ എന്തെങ്കിലും എൻക്വയറീസിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ ഒരു പ്രൈസാണ് വരുന്നത്. ആ ഒരു പ്രൈസിന് നമുക്ക് ഈ മോണ്ട്ര എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ ഇപ്പോൾ ഒരുപാട് നിങ്ങൾ പറയുന്ന ഈ വീഡിയോ കണ്ടിട്ട് പറയുന്നുണ്ടായിരിക്കും, ഇതിൽ താഴെ 15,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 20,000 രൂപയ്ക്ക് ഒത്തിരി ബൈക്സ് ഉണ്ടല്ലോ. പക്ഷേ അത് എത്രത്തോളം നമുക്കത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ മോണ്ട്ര എന്താണ് ഇതിൻ്റെ ഒരു ഇത് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ബ്രാൻഡ് തന്നെ. കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ പറഞ്ഞതാണ്, നമുക്ക് ഒരുപാട് നാളായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് സൈക്കിൾസ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ്. ഓഫ് കോഴ്സ് നമുക്ക് എന്തായാലും ട്രസ്റ്റ് എന്നൊരു ഫാക്ടർ ഉണ്ടാവും. നല്ല സർവീസ് ഫീഡ്ബാക്കൊക്കെയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നല്ല നല്ല അപ്ഡേറ്റുകളൊക്കെ ഈ ഒരു മോണ്ട്ര മാഡ്രോഗിലേക്ക് ഈ ഒരു പുതിയ മോഡലിലേക്ക് വന്നപ്പോഴത്തേനും സംഭവിച്ചിട്ടുണ്ട്. അതിൽ അടുത്തൊരു മാറ്റം എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു മോഡലിൽ നമുക്ക് വന്നപ്പോഴത്തേനും നമുക്ക് അലോയ് ഹാൻഡിൽ ബാർ വരുന്നുണ്ട് കേട്ടോ. ആ ഹാൻഡിൽ ബാറിൽ നമുക്ക് ഇതിൻ്റെ എത്രയാണ് ഇതിൻ്റെ വിഡ്ത്തൊന്നും കറക്റ്റ് ഒന്നും അവിടെ മെൻഷൻ ചെയ്തായിട്ട് കണ്ടിട്ടില്ല. ഹാൻഡിൽ ബാർ നമുക്ക് കോക്പിറ്റ് സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൈഡായിട്ടുള്ള, അത്യാവശ്യം വൈഡായിട്ടുള്ള ഒരു അലോയ് ഹാൻഡിൽ ബാറാണ്. അതുപോലെ തന്നെ നെക്കോടെയാണ് ഹെഡ്സെറ്റും അതിൻ്റെ സ്റ്റെമ്മ് കാര്യങ്ങളൊക്കെ വരുന്നത്, അലോയ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു ഗിയർ സിസ്റ്റമാണ്. നമുക്ക് ഷിഫ്റ്റേഴ്സ് കാണാം. ഈ ഒരു മോഡലിലേക്ക് വന്നപ്പോൾ നമുക്ക് ഓൾട്ടസിൻ്റെ 21 സ്പീഡ് ഗിയർ കോമ്പിനേഷനാണ് വരുന്നത്. അവിടെ 3x7 ആണ് വരുന്നത്. ഓൾട്ടസിൻ്റെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് ഒന്നും ഒരു രക്ഷ ഒന്നും പറയാനില്ല. നല്ല അടിപൊളിയായിട്ട് ഗിയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓൾട്ടസിൻ്റെ ഷിഫ്റ്റേഴ്സാണ് വരുന്നത്. ബ്രേക്ക് ലിവർ നമുക്ക് ജാക്ക് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ആണ്, ഞാനത് അധികം കണ്ടിട്ടൊന്നുമില്ല. ജാക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. അലോയ് ബ്രേക്ക് ലിവറാണ് വരുന്നത്. അതുപോലെ നമുക്ക് സാഡിൽ XMR-ൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ സീറ്റ് പോസ്റ്റും അലോയ് ആണ്. പ്രീവിയസ് മോഡൽ സ്റ്റീലായിരുന്നു, ഇപ്പോൾ നമുക്ക് അലോയ് വരുന്നുണ്ട്. അത് നമുക്ക് ക്വിക്ക് റിലീസ് ഓപ്ഷൻ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഗിയർ സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ വലിയൊരു ചേഞ്ച് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. പ്രീവിയസ് മോഡലിൽ ടൂറിനി ആയിരുന്നെങ്കിൽ ഇതിലേക്ക് വന്നിട്ട് നമ്മുടെ കഴിഞ്ഞ ഡൗൺ ടൗണിൽ വന്നിരുന്ന സെയിം അത് തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് ഫ്രണ്ടിൽ ഇതിൻ്റെ FD ടൂറിനിയാണ് വരുന്നത്. റിയറിൽ നമുക്ക് ഇതിൻ്റെ ആർഡ് വരുന്നത് ഷിമാന ഓൾട്ടസിൻ്റെ M310 ആണ്. കഴിഞ്ഞ ഒരു ഡൗൺ ടൗണിലും അത് തന്നെയായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ആക്ച്വലി ഇതിൽ 8 സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്ന ഡീറൈലറാണ്. എന്നാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ ഡൗൺ ടൗണിൽ കൊടുത്ത സെയിം ഒരു 1428 ഫ്രീ വീൽ, ഷിമാനയുടെ ഫ്രീ വീലാട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പം അവിടെ ഒരു 8 സ്പീഡ് കാസറ്റ് ആയിരുന്നതിൽ നല്ലൊരു ഓപ്ഷനായിരുന്നു. എന്തായാലും ഒരു 7 സ്പീഡ് ഫ്രീ വീൽ തന്നിട്ട് തന്നെ ഇവർ നമ്മളെ പറ്റിച്ചേക്കും കേട്ടോ. അത് നമുക്ക് മാറ്റാൻ പറ്റുകയൊക്കെ ചെയ്യും. സർവീസ് നമ്മൾ ഇതിൻ്റെ ഒരു വെയർ ആൻഡ് ടയർ ഭാഗങ്ങളൊക്കെ തീരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് 8 സ്പീഡ് ആക്കാം. പക്ഷേ ഈ ഒരു ഷിഫ്റ്റർ ഉൾപ്പെടെ മാറേണ്ട വരും എന്നുള്ളൊരു കാര്യം കൂടെയാണ്. ആ ഒരു RD കൊടുത്ത സ്ഥിതിക്ക് അവിടെ ഒരു 8 സ്പീഡ് കാസറ്റ് കൊടുക്കാമായിരുന്നു. ഇനി നേരെ നമുക്ക് ഇതിൻ്റെ ക്രാങ്കിലേക്ക് വന്നാൽ 3 സ്പീഡ് ക്രാങ്കാണ്. ആസ് യൂഷ്വൽ ഒരു മിക്ക MTBയിലും വരുന്നത് തന്നെ 42, 34, 24 എന്ന് പറഞ്ഞൊരു അലൈൻമെൻ്റ് ആണ്. അതും ഇതിൻ്റെ ക്രാങ്ക് സ്റ്റീലിൻ്റെ ആയിട്ട് വരുന്നത്. PLX എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഡൗൺ ടൗണിൽ കണ്ട ഒരു സെയിം ക്രാങ്കാണ് കൊടുത്തിരിക്കുന്നത്. KMCയുടെ ചെയിനാണ് കൊടുത്തിരിക്കുന്നത്. നെക്കോടെയാണ് ബോട്ടം ബ്രാക്കറ്റ് വരുന്നത്. സ്റ്റോക്കായിട്ട് പെഡലുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ സ്റ്റോക്കായിട്ട് സൈഡ് സ്റ്റാൻഡ് വരുന്നുണ്ട്, ബോട്ടിൽ ഗേജ് ഉണ്ട്, പെഡലുണ്ട്. XMR-ൻ്റെ ഇതാട്ടോ അതിന് ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ള ഒരു ഫ്രെയിം ബാഗോടെ അതിലൂടെ സ്റ്റോക്കായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ബ്രേക്ക് സിസ്റ്റത്തിലേക്ക് വന്നാൽ ഞാൻ പറഞ്ഞു, ജാക്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. അത് മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്കാണ്. ഒരു ആവറേജ് ബ്രേക്കിംഗ് പെർഫോമൻസേ ഉള്ളൂ ഫീൽ ചെയ്തത് കേട്ടോ. ഒത്തിരി ബൈറ്റിംഗ് ഒന്നുമില്ല. മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്കിൻ്റേതായ ഭാഗത്തു നിന്നുള്ള. പിന്നെ ഇതൊന്ന് കുറച്ചൊന്ന് ഓടിച്ചൊന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഇത് കിട്ടും. ഇപ്പോൾ എനിക്ക് അത്ര ഒരു ഇമ്പ്രൂവ് ആയിട്ടുള്ളൊരു ബ്രേക്കായിട്ടൊന്നും ഓടിച്ചിട്ട് തോന്നിയില്ല കേട്ടോ. അതിൻ്റെ റോട്ടർ നമുക്ക് കാണാം. ആ ഒരു ബ്രാൻഡിൻ്റെ തന്നെയാണ്, ജാക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കേട്ടോ. അത് 160 mm റോട്ടറാണ് ഇതിൻ്റെ ഫ്രണ്ടും റിയറും വരുന്നത്. മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്കാണ്. ഓക്കെ, അതൊക്കെ ഈ ഒരു പ്രൈസിന് നമുക്ക് പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ എല്ലാ കമ്പോണൻസൊക്കെ ഷിമാനയുടെ ഗിയർ സിസ്റ്റം ഷിമാനയാണ്. ബാക്കി എൻ്റെ ഹബ്ബ് കാര്യങ്ങളും ഷിമാനയൊന്നുമല്ല. പിന്നെ XMR-ൻ്റെയൊക്കെയാണ് ഒരുവിധം. എൻ്റെ ഒരു XMR നെക്കോയൊക്കെയാണ്. കുഴപ്പമില്ലാത്ത ബ്രാൻഡിൻ്റെയൊക്കെയാണ് കമ്പോണൻസ് ഒക്കെ കൊടുത്തത്. തീരെ അങ്ങനെ ലോക്കലൊന്നും അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീൽ സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ XMR-ൻ്റെ ആണ്. അതിൻ്റെ അലോയ് ഡബിൾ വാൾ അലോയ് റിമാണ് വരുന്നത് XMR-ൻ്റെ. ഹബ്ബ് വരുന്നത് സൺസങ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. അതും അലോയ് തന്നെയായിട്ട് വരുന്നത്. പിന്നെ ടയർ ഹാർടെക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ടയറാട്ടോ കൊടുത്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ പാറ്റേൺ വരുന്നത്. നമുക്ക് ഓഫ് റോഡൊക്കെ ചെയ്യാനായിട്ട് നല്ലൊരു ട്രാക്ഷൻ, റോഡിലൊക്കെ ആണെന്നൊരു ട്രാക്ഷനൊക്കെ കിട്ടുന്നൊരു ടയർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് 27.5 ഇഞ്ചാണ് ടയറിൻ്റെ ഒരു സൈസ്. ഇതിൻ്റെ 29 വരുന്നുണ്ട് ഞാൻ പറഞ്ഞു.
പിന്നെ നമുക്ക് ടയറിൽ ഒരു ഡ്യുവൽ ടോൺ ആണ്, കണ്ടോ, ഒരു ഡ്യുവൽ ടോൺ ആണ് വരുന്നത്. പിന്നെ ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു ഈ സംഭവം എന്ന് പറയുന്നത് റിഫ്ലക്ടർ ആട്ടോ, നൈറ്റിലൊക്കെ നല്ല വിസിബിലിറ്റി കിട്ടുന്ന രീതിക്കാണ് വരുന്നത്. അതുപോലെ തന്നെ XMR-ൻ്റെ ആണ് അതിൻ്റെ റിമ്മ്. പിന്നെ ഈ സാഡിലൊക്കെ XMR-ൻ്റെ ആട്ടോ, ഇവരുടെ മോണ്ട്രയുടെ മിക്ക മോഡലിലും XMR-ൻ്റെ ആണ് വരുന്നത്. നല്ലൊരു പ്രീമിയം ഫീലൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ റൈഡിങ് ഇതിൻ്റെ ആ ഒരു സാഡിലിൻ്റെ കംഫോർട്ടൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് കുറേ ദീർഘദൂരമൊക്കെ റൈഡ് ചെയ്ത് നോക്കിയാലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഇനീഷ്യലി അതിനെക്കുറിച്ചൊന്നും കറക്റ്റ് ഡീറ്റെയിലായിട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ കാണാനൊക്കെ നല്ല അടിപൊളിയാട്ടോ. മോണ്ട്രയുടെ ഒരു ബാഡ്ജിങ്ങും XMR-ൻ്റെ ഒരു ബാഡ്ജിങ്ങൊക്കെ നമുക്ക് സാഡിലൊക്കെ കാണാം കേട്ടോ. അപ്പോൾ അതെ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ബൈക്കിന്. ഇതിൻ്റെ ലുക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയാം കേട്ടോ. പഴയ മാഡ്രോക്ക് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അത് വെച്ച് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ഫ്രെയിമിൻ്റെ ഡിസൈൻ ആട്ടോ. പഴയ മാഡ്രോക്കിൻ്റെ വന്നിട്ട് ഇവിടെ ഒരു ഇങ്ങനെ പൊങ്ങി വന്ന ഒരു രീതിക്കായിരുന്നു. അത് ടോട്ടലി മാറിയിട്ടുണ്ട് കേട്ടോ. കാണാനൊക്കെ ലുക്കൊക്കെ ഭയങ്കര രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ആട്ടോ പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു ഓവറോൾ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഞാനിത് റൈഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഞാനിത് മെയിൻ റോഡ് മാത്രമാണ് റൈഡ് ചെയ്ത് നോക്കിയത്. ഓഫ് റോഡൊന്നും ചെയ്ത് നോക്കിയില്ല. അങ്ങനെ വലിയ ഓഫ് റോഡ് ചെയ്യാനുള്ള ഒരു ബൈക്കൊന്നും അല്ല കേട്ടോ. ഇതിൻ്റേതായ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ഈ ഒരു പ്രൈസിൽ കിട്ടുന്ന ബൈക്ക് എന്നൊക്കെ പറഞ്ഞാൽ അതിന് വലിയൊരു ഓഫ് റോഡ് നിങ്ങൾക്ക് അത്ര നല്ല രീതിയിൽ ഓഫ് റോഡൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഒരു പ്രീമിയം ബ്രാൻഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക കേട്ടോ. അതൊക്കെയാണ്. അപ്പം ഇതിൻ്റെ ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോഴത്തേനും അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് അതിന് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും അതിൽ നിന്നുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്തായാലും നല്ല ഈ ഒരു മോഡലിൽ ഇപ്പോൾ മാഡ്രോക്കിൻ്റെ ഒരു 2024 മോഡലിൽ നല്ലൊരു അപ്ഡേറ്റ് തന്നെയായിട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. പഴയ മോഡൽ വെച്ച് നോക്കുമ്പോഴത്തേനും അതിലൊന്നും പറയാനൊന്നുമില്ല. പിന്നെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ എന്തായാലും ട്രാക്ക് ആൻഡ് ട്രയലിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് കോൺടാക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് പുതിയതായിട്ട് സൈക്കിൾ FTPക്ക് എടുക്കാൻ നിൽക്കുന്നവർ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.